ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. ലൂക്ക് ചാപ്റ്റർ 22, അതിൽ 24-ാമത്തെ വാക്യം, വേഴ്സ് 24. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ ഇടയിൽ ഞങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവർ തമ്മിലൊരു തർക്കമുണ്ടായി. സ്തോത്രം. മത്സരമുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും തമ്മിൽ മത്സരിക്കുന്നു. എല്ലാവരുടെ ഉള്ളത്തിൽ വലിയവനാകണമെന്നുള്ള ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. പലപ്പോഴും ദുഃഖത്തോടെ പല സഹോദരങ്ങൾ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരങ്ങളുടെ നടുവിൽ മാതാപിതാക്കൾ പോലും മറ്റുള്ളവരെ വലിയവരായി എണ്ണുമ്പോൾ, ശ്രേഷ്ഠ എണ്ണുമ്പോൾ എന്നെ തള്ളിക്കളഞ്ഞുവെന്ന് ഓർത്ത് കരഞ്ഞ് സാക്ഷ്യം പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ദുഃഖം വരുന്നത് ചോദിച്ചാൽ, കുടുംബത്തിൽ എന്നെ വലിയതായി എണ്ണിയില്ല എന്നുള്ളൊരു ഭാരമാണ്. ദൈവത്തിന് സ്തോത്രം. ജോലി സ്ഥലത്ത് ഞാൻ വലിയവനാകണം, ദൈവസഭയിൽ ഞാൻ വലിയവനാകണം. ഒരു മത്സരമുള്ള ലോകത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഇന്ന് തുടങ്ങിയതല്ല. യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ആരംഭിച്ച ഒരു പൈശാചിക പോരാട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരിക്കൽ എന്നെ ഭരമേൽപ്പിച്ച ഒരു ദൂതുണ്ട്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ, പുത്രനായ ക്രിസ്തുവിന് സകല നാമത്തിനും മേലായ നാമം നൽകി. ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ ജീവിതത്തിലെ അനുഭവമാണ് ദൈവത്തിൻ്റെ മകനായിരിക്കുക, മകളായിരിക്കുക എന്നുള്ളത്. അതിന് താഴെയാണ് സഭയുടെ പ്രസിഡന്റും ഓവർസിയറും ട്രഷററും കമ്മിറ്റി മെമ്പറും. സ്തോത്രം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ദൈവജനമെന്ന് വിളിക്കപ്പെടുന്നവർ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന, എലക്ഷൻ പാനൽ വെച്ച് നടത്തുന്ന ഈ കാലയളവിൽ ദൈവിക ദർശനം പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയുക, നിനക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ നാമമാണ്. സ്തോത്രം. എന്താണ് നാമം? നീ ദൈവത്തിൻ്റെ മകനാണ്. സ്തോത്രം. നീ ദൈവത്തിൻ്റെ മകളാണ്. സ്തോത്രം. അതിൻ്റെ കൂട്ടത്തിൽ നീ ഓവർസിയർ ആയിക്കൂ, അതിൻ്റെ കൂട്ടത്തിൽ നീ പാസ്റ്റർ ആയിക്കൂ, അതിൻ്റെ കൂട്ടത്തിൽ നീ ട്രഷറർ ആയിരിക്കൂ, നോ പ്രോബ്ലം. പക്ഷേ നീ ഉയർത്തിപ്പിടിക്കേണ്ട നാമം ഞാൻ ട്രഷറർ എന്നുള്ള നാമമല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള നാമമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. എന്താണ് തർക്കം? ഞങ്ങളിൽ 12 പേരിൽ ആരാണ് വലിയവൻ? സ്തോത്രം. എന്നാൽ ഈ വലിയവനാകണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ, ഒരു അനുഭവത്തെ ദൈവം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? വാസ്തവത്തിൽ ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം? നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 1, 30-32. ദൂതൻ മറിയോട് പറയുകയാണ്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. വായിച്ചോളൂ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും. സ്തോത്രം. പുത്രനായ ക്രിസ്തു വലിയവനാകുന്നുവെങ്കിൽ, പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മകനും മകളുമായിരിക്കുന്ന ഞാനും നീയും വലിയവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർക്കണം, നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. ഇവിടെ പറയുന്നു, പുത്രനെ നീ യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യം പറയുന്നു, എന്തുകൊണ്ട് അവൻ വലിയവനാകാൻ? കാരണം അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മകൻ വലിയവനാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ആ വലിയവൻ ആരെന്നാണ് ഇന്ന് പകൽക്കാലം നമ്മൾ പഠിപ്പിക്കുവാൻ പോകുന്നത്. എങ്കിലും ദൈവം നൽകുന്ന പ്രാധാന്യം ഒന്ന് നിങ്ങളെ വേഗത്തിൽ വായിച്ച് കേൾപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, പുത്രനായി വിളിക്കപ്പെട്ടവൻ, പുത്രിയായി വിളിക്കപ്പെട്ടവൾ വലിയവനാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യം എന്ന് വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 7:28. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, നോക്കിക്കേ, അവിടെ പറയാണ് യോഹന്നാൻ വലിയവൻ. സ്ത്രീകളിൽ ജനിച്ചവരിൽ ആ യോഹന്നാൻ വലിയവൻ അഭിമാനത്തോടെ പറയുകയാണ്. എന്നാൽ യോഹന്നാൻ നെഞ്ചി വിരിച്ചു വന്നപ്പോൾ അടുത്ത വാക്യം പറയുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഭൂമിയിലുള്ള വലിയവനേക്കാളും വലിയവനാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യോഹന്നാൻ വലിയവൻ എന്ന് സന്തോഷത്തോടെ കർത്താവ് പറയുകയാണ്. അപ്പോൾ നമ്മൾ വലിയവനായി കാണുവാൻ ഈ പിതാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഉന്നതമായ അവസ്ഥയിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗീയ പിതാവും വലിയവനായി കാണുവാൻ തൻ്റെ തലമുറകളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞ് ഇതാ യോഹന്നാനേക്കാൾ, വായിച്ച ഭാഗം, യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. സ്തോത്രം. അപ്പോൾ വലിയവനായി കണ്ടപ്പോൾ സന്തോഷത്തോടെ അത് പറയുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 31-32 വായിച്ചു. ലൂക്ക് ചാപ്റ്റർ 11, 31, 32. കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ഏറ്റവും ജ്ഞാനിയായ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് വന്നു. ഇവിടെ നോക്കൂ, നിങ്ങൾ വലിയവെന്ന് പറഞ്ഞവനേക്കാളും വലിയവൻ സന്തോഷത്തോടെ പറയുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം, കുറ്റം വിധിക്കും. യോനായുടെ പ്രസംഗത്തിൽ നിനവെയും ഒരു പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇവിടെ ഇതാ യോനയിലും വലിയവൻ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവം. ഇതാ വലിയവൻ, ഇതാ വലിയവൻ, ഇതാ വലിയവൻ. സന്തോഷത്തോടെ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. സ്തോത്രം. ഒരു വാക്കിയുടെ വായിച്ചുള്ള ഭാഗം വിടാൻ ആഗ്രഹം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സസ് 7. 3:7. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഇന്ന് അവർ കാണുക ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ഒരു കാര്യം ഓർക്കണം, ഭൂമിയിലെ മനുഷ്യനെ വലിയവനാക്കുന്ന ഒരു ദൈവപ്രവൃത്തി. സ്തോത്രം. ആ വലിയവൻ എന്ന അനുഭവത്തിൽ എത്തിച്ചേരുമ്പോൾ മാമെ രഹസ്യമായി വെക്കുകയല്ല, പരസ്യമായി തന്റെ സന്തോഷം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നു. ഇതാ ശലോമോനിലും വലിയവൻ, ഇതാ യോനായിലും വലിയവൻ, ഇതാ സ്ത്രീകളിൽ ജനിച്ചതിൽ വലിയവൻ. ആമേൻ, ഇവൻ വലിയവനാകും. സ്തോത്രം. ഞാൻ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അപ്പോൾ വലിയവനാകുക എന്നുള്ളൊരു കൺസെപ്റ്റ് ദൈവത്തിന് വിരോധമായ കാര്യമല്ല. എന്നാൽ ആരാണ് ദൈവത്തിൻ്റെ കണ്ണിൽ വലിയവനെന്ന് പഠിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്ന മനോഭാവത്തിലല്ല വലിയവൻ എന്ന കൺസെപ്റ്റ് ദൈവം കാണുന്നു തിരിച്ചറിയുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യു വിൽ ബി ദ ഗ്രേറ്റസ്റ്റ്. നിന്റെ കുടുംബത്തിൽ നീ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിരിക്കും. നിന്റെ ജോലി സ്ഥലത്ത് നീ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിരിക്കും. ആമേൻ. നീ എവിടെല്ലാം പോകുന്നുവോ അവിടെ ദൈവം നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. മോശയുടെ അത് വായിച്ച മോശയോട് ഇരുന്ന പോലെ പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് എല്ലാ ഇസ്രായേലും അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിന്റെ അവസ്ഥക്ക് വ്യത്യാസം വരുത്തുവാൻ തുടങ്ങും. നീ ആഗ്രഹിക്കാത്ത, നീ ചിന്തിക്കാത്ത, നനയ്ക്കാത്ത അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ശിഷ്യന്മാരുടെ ഇടയിൽ നടന്ന തർക്കം
ഞങ്ങളിൽ ആര് വലിയവനെന്ന് അവരുടെ മനോഭാവത്തിൽ അവർ തർക്കിക്കുവാൻ തുടങ്ങി. അത് പൈശാചികമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തി, എൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച നിങ്ങളെല്ലാവരും വലിയവരാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവവചന പ്രകാരം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഭൂമിയിലുള്ള മനുഷ്യനെ വലിയവനെന്ന് കാണണമെങ്കിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു വലിയവനെന്ന് ദൈവം പറയുന്നത് എന്ത് ഗുണങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ടാണ് എന്ന് നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. അത് ചിന്തിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. ഒന്നാമത്, മത്തായിയുടെ സുവിശേഷം മാത്യു 5:19, 5:19 വാക്യത്തിൽ വായിക്കാം. ആരാണ് ദൈവത്തിന്റെ കണ്ണിൽ വലിയവനായി ദൈവം കാണുന്നത്? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പന ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം. അത് പഠിപ്പിക്കുന്നവനെ സ്വർഗരാജ്യത്തിൽ, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നമുക്ക് 4 തരത്തിലുള്ള മനുഷ്യരെ കാണാൻ കഴിയും ഭൂമിയിൽ. 4 തരത്തിൽ. ഒന്ന്, വചനവുമായി യാതൊരു ബന്ധമില്ലാത്തൊരു കൂട്ടം. രണ്ടാമത്തെ കൂട്ടം പൂർണ്ണമായും വചനം പഠിപ്പിക്കുകയില്ല. അതിലെന്ത് ചെയ്യും? മാനുഷികമായ കൽപ്പനകൾ, ആചാരങ്ങൾ മിക്സ് ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഒരാൾ എനിക്ക് ഇത് അയച്ചു തന്നു. ഒരു പുരോഹിതൻ എന്ന് പറയുകയാണ്, ദൈവം മാത്രമാണ് ദൈവം, ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കണം. പക്ഷേ ഓഗസ്റ്റ് 15-ന് നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ എന്ത് ചെയ്യും? ആചരിക്കും. വണക്കമാസം, ഉണക്കമാസം എല്ലാം നമ്മൾ ആഘോഷിക്കും. കൊന്ത ഉരുട്ടി ഉരുട്ടി നമ്മൾ ചൊല്ലും. സ്തോത്രം, ആമേൻ. വചനം പഠിപ്പിക്കും. സ്തോത്രം, ആമേൻ. അല്പം അല്പമായി പഠിപ്പിക്കും. ഇത് രണ്ടാമത്തെ ഒരു കൂട്ടം. മൂന്നാമത്തെ ഒരു കൂട്ടം പൂർണ്ണമായി വചനം പഠിപ്പിക്കും, പക്ഷെ ഒന്നുപോലും അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയില്ല. സ്തോത്രം. ഭയങ്കര ഉപദേശമൊക്കെ ആയിരിക്കും, പക്ഷേ ഒന്നുപോലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയില്ല. എന്നാൽ നാലാമത് ഒരു ശേഷിപ്പുണ്ട്, വചനത്തിൽ നിലനിൽക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ നിൽക്കുന്നവനെയാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കുന്നത്. സ്തോത്രം. ബാക്കിയുള്ളതെല്ലാം ചെറിയവനെന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്നു, വചനം ശ്രവിക്കുന്നു, എനിക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുന്നു, ഇഷ്ടമില്ലാത്ത തള്ളിക്കളയുന്നു, എനിക്കിഷ്ടമുള്ള രീതിയിൽ പോകുന്നു. ദൈവം നിന്നെ കാണുന്നേയില്ല. സ്തോത്രം. വലിയവനായി. എന്നാൽ ആരിത് പഠിപ്പിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നുവോ അവനെ, അങ്ങനല്ലേ വായിച്ചേ? ഞാൻ തെറ്റി വായിക്കണോ? നിർവഹിച്ചേ. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ ശ്രദ്ധിക്കണം, പഠിപ്പിച്ചിട്ടല്ല ആചരിക്കുന്നത്. ഒരു വചനം ഇവിടുന്ന് പ്രസംഗിക്കണമെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ആദ്യം നീ പ്രാക്ടീസ് ചെയ്യണം. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ ആദ്യം എവിടെ നിന്നാണ് പ്രസംഗിച്ചത്? മരുഭൂമിയിൽ. യോഹന്നാൻ ആദ്യം യോഹന്നാനോട് പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം യോഹന്നാൻ ഏറ്റെടുത്തു. ആ പ്രസംഗത്തിലെ കുറവുകൾ യോഹന്നാൻ നികത്തി. യോഹന്നാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രസംഗം താൻ തന്നെ പ്രസംഗിച്ച് തന്നോട് തന്നെ കേട്ട് തൻ്റെ ജീവിതത്തിൽ ആചരിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹൂദാദേശത്തുനിന്നും പലയിടത്തുനിന്നും ആമേൻ ന്യായപ്രമാണികളും പരീശന്മാരും എല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മാനസാന്തരപ്പെടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആചരിക്കുകയും അത് പഠിപ്പിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ചില പേരൻസ് പറയും ബൈബിൾ വായിക്കണം, അവരെന്ത് ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കണം. ആദ്യം നിങ്ങൾ ആചരിക്ക്, പഠിപ്പിക്ക്. അതിന് സഭയുടെ മുമ്പിൽ മൈക്കൊന്നും വേണ്ട. നിന്റെ ഭവനത്തിൽ നീ ആചരിക്ക്, പഠിപ്പിക്കുക. നീ ദൈവരാജ്യത്തിൽ വലിയവനായി മാറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ 7-ാം അധ്യായം 24 മുതൽ ഒന്ന് വായിച്ചേ.
ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ഈ ചെയ്യുന്നവനൊക്കെയും വചനങ്ങളെ കേൾക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. സ്തോത്രം. ആ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. ആ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്തത് എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനൊക്കെയും ആ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ആ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. വചനം കേട്ടനുസരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നീയും നിന്റെ കുടുംബവും വീഴുകയില്ല. സ്തോത്രം. വീഴുകയില്ല. സ്തോത്രം. പക്ഷെ എന്തുണ്ട്? കാറ്റടിക്കും, തിരമാലയടിക്കും, വെള്ളം പൊങ്ങും. നീ ഭയപ്പെടേണ്ട. കാരണം നീ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷവും സംഭവിച്ചില്ല. സ്തോത്രം. നീ വലിയവനാ. സ്തോത്രം. അത് ഇങ്ങനെ ഉയർന്നു നിന്നാൽ വചനം കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് കാറ്റ് പഠിച്ച് മണലിമേ വീണ സാധനം പിന്നെ ആമേൻ പൊടി പോലുമില്ല ഇവിടെ എന്ത് കണ്ടുപിടിക്കുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ദൈവരാജ്യത്തിൽ വലിയവനാണെങ്കിൽ, നീ വചനം കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്നെ വീഴ്ത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, എത്ര കാറ്റടിച്ചു, എത്ര തിരമാല പൊങ്ങി, എത്ര വെള്ളം പൊങ്ങി. സ്തോത്രം. വീണോ? നീ തന്നെ പറഞ്ഞില്ലേ അവസാനിച്ചു. അവസാനിച്ചില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, ലോകം പറഞ്ഞു രക്ഷകൻ അവസാനിച്ചു. രക്ഷകൻ അവസാനിച്ചു എന്ന് പറഞ്ഞിടത്താണ് നമ്മുടെ രക്ഷ ആരംഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നീ അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് രക്ഷയുടെ ആരംഭം കുറിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാൽ ഇങ്ങനെ 17:8. ജോൺ 17:8. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. കർത്താവ് പറയാം, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് ദൈവജനത്തിന് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. അവരത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും അവർ സത്യം അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. വിശ്വസിച്ചുമിരിക്കുന്നു. ആർക്കനുസരിക്കാൻ പറ്റുന്നത്? ആമേൻ. സത്യം അറിഞ്ഞവർ, അത് വിശ്വസിച്ചവർക്ക് മാത്രമേ ഈ വചനം കൈക്കൊണ്ട് അനുസരിപ്പാൻ സാധ്യമുള്ളൂ. അവനെയാണ് വലിയവൻ എന്ന് വിളിക്കുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. യോഹന്നാൻ 8:31-32 വായിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ജോൺ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എന്നെ അനുഗമിക്കുന്നവരായി. ഞാൻ എവിടെ വരെ പോയോ അവിടെ വരെ നിങ്ങൾ എന്നെ അനുഗമിക്കും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. എന്താണ് സത്യം അറിയുന്നത്? ആമീൻ. വചനത്തിൽ നിലനിന്നു, വചനം അനുസരിച്ചു. ഞാനൊരു സത്യം അറിയുന്നു, ഭൂമിയിൽ എല്ലാവരിലും ചെറിയവനായി ഞാൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. എന്നെ ആരും മാനിച്ചില്ലെങ്കിലും ഞാൻ വചനം കേൾക്കുന്നു, അതനുസരിക്കുന്നു. ഞാൻ ദൈവത്തിന് മുമ്പിൽ വലിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നീ വലിയവനാണെന്ന് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു. നീ വലിയവനായെന്ന് പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നീ വചനം കേൾക്കുന്നു ദൈവത്തിന് പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നീ വചനം അനുസരിക്കുന്നു എന്ന് പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വചനം മാത്രം അനുസരിക്കുന്നു എന്ന് പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ പറയുക, നീ വലിയവനാ. കാരണം നീ വചനം കേൾക്കുന്നു, വചനം കൈക്കൊള്ളുന്നു, നീ അത് അറിഞ്ഞിരിക്കുന്നു, നീ അത് വിശ്വസിച്ചിരിക്കുന്നു, നീ അത് അനുസരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യരോ ഭൂമിയിൽ വലിയൊരാകം കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അവിടുന്ന് ഇവിടുന്ന് ലോൺ എടുക്കുന്നു, വസ്തു മേടിക്കുന്നു, വീട് വെക്കുന്നു, പിന്നെ അത് ബിസിനസ് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. അതിനാണ് ഞാൻ കുടുംബത്തിൽ, സമൂഹത്തിൽ, എല്ലായിടത്തും സഹോദര നടുവിൽ ഏറ്റവും വലിയവനായി തീരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ ശ്വാസം നിന്ന് പോകുമ്പോൾ നിന്റെ മുമ്പിൽ പിന്നെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ എന്നൊക്കെ മുമ്പിൽ ഇതിന് മുമ്പിൽ ഒരു കാര്യം എഴുതുന്നതാണ്,
ലേറ്റ് ബാക്കി കഴിഞ്ഞു. സ്തോത്രം. മുൻ സ്ഥാനാധിപതി അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി ഇപ്പൊ എവിടാ? ഒഴിക്കാത്ത. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വലിയവൻ ആരാണ്? വചനം കേൾക്കുന്നു, വചനം മാത്രം അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ വലിയവനായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. മാത്യു 18:1. ചോദ്യം വന്നു. ശിഷ്യന്മാർ എന്ന് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാന്ന് ചോദിച്ചു. സ്തോത്രം. അതിന് യേശു പറഞ്ഞ മറുപടി താഴോട്ട് വായിക്കാം. തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ, സഭയ്ക്കകത്ത് വന്ന് ഈ ബെഡ്ഷീറ്റൊക്കെ പിടിച്ചാൽ, ഇവിടെ നിന്ന് ക്ലീൻ ചെയ്താൽ, ഇവിടെ ഒക്കെ തുടച്ചാൽ, അയ്യോ ഞാൻ സ്തോത്രം, അയ്യോ ഞാൻ ഇത്രയും പൊസിഷൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അയ്യോ ഞാൻ അതിലൊന്ന് പിടിക്കാൻ പാടുണ്ടോ, ഞാൻ കസാര ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് വിചാരിക്കുന്നത് നീ ഓർത്തോണം. നീ ചെറിയവനായിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിക്കാനും സാക്ഷ്യം പറയാനും പാടാനും മാത്രം നിൽക്കുക, ഇതിനൊന്നും ഞാൻ നിൽക്കില്ല എന്ന കാര്യം ഓർത്തോണം. തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നതിന് ആരും കാണുന്നില്ല. പക്ഷേ ദൈവം പറയുന്നു, അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. അവൻ എന്ത് ചെയ്തു? ആരും പറഞ്ഞിട്ടല്ല, അവൻ തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. He humbled himself. പക്ഷെ നമ്മുടെ ലോകം എങ്ങനെയാണ്? നിന്നെ ചവിട്ടി താഴ്ത്താൻ ഇഷ്ടം പോലെ ആളുണ്ട്. ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ സ്വർഗ്ഗത്തിൽ ഒരിക്കലും ആരാകുന്നില്ല? വലിയവനാകുന്നില്ല. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. നിന്നെ സഹോദരങ്ങൾ ചവിട്ടി താഴ്ത്തി, കുടുംബത്തിൽ ജോലി സ്ഥലത്ത് നിന്നെ ചവിട്ടി താഴ്ത്തി, അത് സഭയിൽ നിന്നെ ചവിട്ടി താഴ്ത്തി, നീ ദൈവരാജ്യത്തിൽ വലിയവനല്ല. നീ സ്വയം തീരുമാനിക്കുകയാണ്, ഈ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളെക്കാൾ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ ഏറ്റവും എളിയവനാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നിന്നെ വലിയവനാക്കി മാറ്റും. സ്തോത്രം. ചില ആരാധിക്കുമ്പോൾ എങ്ങനെ അറിയോ? കൈയടിക്കാൻ ഭയങ്കര നാണക്കേടാ. താഴുവാൻ വയ്യ. എന്നെ ആരെങ്കിലും നോക്കി ഞാൻ കൈയടിക്കുന്ന കണ്ടാൽ അയ്യോ വളരെ മോശം തോന്നും. സ്തോത്രം. വളരെ വളരെ ഒരു നാണക്കേട് തോന്നുക. സ്തോത്രം. എന്നാൽ ഇതെല്ലാം മതി മറന്നുകൊണ്ട് എൻ്റെ അപ്പനെ വിടുവിച്ചതോർത്ത്, വിടുതലോർത്ത്, ഇന്നലെ എന്നെ നടത്തിയ നടപ്പിനെ ഓർത്ത്, എനിക്ക് വേണ്ടി ചുവടുകളോർത്ത് കണ്ണുനീരോടെ ആമേ പരിസരമൊന്നും നോക്കാതെ നിലവിളിയോടെ തന്നെത്താൻ താഴ്ത്തി ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമായി മാറുകയാണ്. നീ പറയണം, ഞാനാണ് ഏറ്റവും ചെറിയവൻ. എന്തിനു വേണ്ടിയാ? അതിന്റെ അർത്ഥം എല്ലാവരും നീ ശ്രേഷ്ഠരായി എണ്ണണം. ആമേൻ, ആമേൻ. എല്ലാവരും നീ ശ്രേഷ്ഠരായി എണ്ണണം. പല കുടുംബങ്ങൾ വന്നവരെ ഇവിടെ ഇരിക്കുന്നത്, പല ജില്ലകളിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാ, ഒരപ്പന്റെ മക്കളാ. സ്തോത്രം. അവരിലെ ഏറ്റവും സ്തോത്രം. ഈ ധൂർത്തപുത്രനും ചേട്ടനും നമ്മൾ വ്യത്യാസം എന്താണ്? അപ്പാ ഞാൻ തെറ്റിപ്പോയി, നിന്റെ മകനെന്ന് വിളിക്കാനുള്ള യോഗ്യത എന്തില്ല, അതുകൊണ്ട് നീ എന്നെ വീട്ടിലെ ഏറ്റവും വലിയ വേലക്കാരനിലോ ഏറ്റവും ലീസ്റ്റ് ആക്കണമെന്ന് ആര് പറഞ്ഞു? ധൂർത്തപുത്രൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, എന്തുവാ നീ എന്നാ പണി കാണിച്ചത്? ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ പറയാത്ത എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് മകനല്ലേ, ഞാനല്ലേ ബെസ്റ്റ് എന്ന് അവൻ പറഞ്ഞു. മെറ്റം പറഞ്ഞു, ഞാനല്ലേ ലീസ്റ്റ് എന്ന് പറഞ്ഞു. വചനം പറയുന്നു, അവനെ ദൈവം വലിയവനാക്കി. സ്തോത്രം. തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തണം. നിന്റെ തലയിൽ കൂടെ കയറി ഓടുമാറാക്കുമ്പോൾ ഓർത്തോണം. സ്തോത്രം. നിനക്ക് താഴുവാൻ എവിടേക്കോ ചില മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ തലയിൽ കൂടെ എന്ത് ചെയ്യുന്നത്? ഓടുമാറാക്കുന്നു. സ്തോത്രം. നിനക്ക് താഴുവാനുണ്ട്, ചില കൊമ്പുകൾ നിനക്കുണ്ട്. സ്തോത്രം. സക്കായോട് പറഞ്ഞു, നീ ആ കൊമ്പെ നീ ഇറങ്ങി താഴവാ. സ്തോത്രം. തന്നെത്താൻ താഴോട്ട് ഇറങ്ങി വരാങ്ങുമ്പോൾ ഇന്ന് നിന്റെ ഭവനത്തിന് വിടുതലാ. സ്തോത്രം. ഹല്ലേലൂയ.
യേശു ഏണി വെച്ച് കയറി വരണം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ഏണി വെച്ച് നിന്റെ അടുത്തോട്ട് വരികയാണല്ല, നീ തന്നെത്താൻ താഴ്ത്തി ഇങ്ങോട്ട് ഇറങ്ങി വാ. ചില കൊമ്പുകൾ നമ്മൾ പിടിച്ചിരിക്കുക, ചില ഉയർച്ചയിൽ, ചില പാരമ്പര്യങ്ങളിൽ, ചില കുടുംബ മഹിമയിൽ, ചില വിദ്യാഭ്യാസത്തിൽ, സമ്പന്നതയിലൊക്കെ നമ്മൾ പിടിച്ചിരിക്കുക. താഴുവാൻ നമുക്ക് മനസ്സില്ല. സ്തോത്രം. Praise the Lord. തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. സങ്കീർത്തനം 18:35 വായിച്ചേ. Psalms 18:35. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ആരുടെ സൗമ്യതയാ? ദൈവത്തിന്റെ സൗമ്യത. കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിൽ. എന്ത് പറഞ്ഞു? എന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു? പഠിപ്പിന് എന്റെ നുകമേൽക്കുവിൻ. സ്തോത്രം. ഞാൻ സൗമ്യതയും താഴ്മയും. ഇപ്പോൾ നിന്റെ ആർട്ടിഫിഷ്യൽ സൗമ്യതയൊന്നും ഇവിടെ ആർക്കും വേണ്ട. നീ സൗമ്യതയെ അഭിനയിക്കേണ്ട. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ദൈവമേ, നിന്റെ താഴ്മ എന്നെ വലിയവനാക്കി. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ 14-ാം അധ്യായം അതിന്റെ 8 മുതൽ ഒന്ന് വായിച്ചേ. സ്തോത്രം. ലൂക്കോസ് 14. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യ ആസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇവിടെ ഇടം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയിരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട്, സ്നേഹിത, മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഒരു മനോഭാവത്തെയാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. സ്തോത്രം. ഞാൻ പലപ്പോഴും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ എൻ്റെ മകനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദൈവസഭയിൽ നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ അത് എത്തിച്ചേരും, യാതൊരു സംശയമില്ല. പക്ഷെ ആ ഉത്തരവാദിത്വത്തിൽ നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ച് അനേകർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരിക്കും. ആ ക്യൂവിൻ്റെ ഏറ്റവും ഒടുവിൽ നീ കാണണം. സ്തോത്രം. ഇടയ്ക്കും കാണരുത്, മുമ്പിലും കാണരുത്, അതിന് ഏറ്റവും ഒടുവിൽ നീ കാണണം. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ്, ഇത്രയും പേർ മുമ്പിൽ നിൽക്കുന്നു, ഇത് അവർക്കുള്ളതാണെന്ന് എനിക്കറിയില്ല, എന്നെ ഭരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് കരങ്ങളിൽ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കും. മത്സരിച്ച് ഇടയ്ക്ക് നിൽക്കാനും മുമ്പിൽ നിൽക്കാനും ആഗ്രഹിക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കേണ്ടത്, സ്തോത്രം, പറയണം ഏറ്റവും ഒടുവിൽ. കാരണം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി 23:11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. മാത്യു 23:11-12. നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഗസ്റ്റ് വന്നാൽ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. ഇതെന്നറിയാമോ? ആദ്യം അവരെ കൊടുക്കുവാൻ പഠിപ്പിക്കണം. സ്തോത്രം. എപ്പോഴും പണ്ട് 8-10 ഉണ്ട്, ഇപ്പോൾ 1-2 മുറിയേ ഉള്ളൂ. എപ്പോഴും കൂട്ടത്തിൽ കഴിപ്പിച്ചുകൊണ്ടാണ് വന്നവണ് ചാടിയിരുന്നു. നീ നിനക്ക് തന്നെ ദോഷം ചെയ്യുക. എടുത്തു പഠിക്കുന്ന കുഞ്ഞുങ്ങളായി മാറും, ഒരിക്കലും കൊടുത്തു പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുക. ഒരു തവി ചോറെങ്കിലും അല്പം പ്രായപൂർത്തിയ കുഞ്ഞുങ്ങളെ കൊണ്ട് ഗസ്റ്റ് നിങ്ങൾ വിളമ്പി കുടിപ്പിക്കണം. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. സ്തോത്രം. വലുതാകുമ്പോൾ മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഒരു മുറിയുള്ള അരമുറിയിലൊന്ന് കരുതി കൊഞ്ചിച്ചെടുത്ത് കയറ്റി ഇരുത്തരുത്. അവരോട് പറയണം, കൊടുത്തു പഠിക്ക്, കൊടുത്തു പഠിക്ക്. ആമേ, അകത്ത് വരുന്നവനെ സ്നേഹിക്കാൻ പഠിക്ക്, അവരെ കരുതുവാൻ പഠിക്ക്. ആമേൻ. അവരെ പഠിപ്പിക്കുമ്പോൾ നാളെ ഇത് നന്മ നീയും നിന്റെ തലമുറയും അനുഭവിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയതാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അവരെ ശുശ്രൂഷിക്കാൻ പഠിപ്പിക്കുക. ടു സെർവ് അതേഴ്സ്. കൊടുത്ത് ആമേ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, കൊടുക്കുവാൻ പഠിപ്പിക്കുക, അടുത്തൊരാളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അവിടെ പറയണം, യു ആർ ഇൻ ദ ലാസ്റ്റ് പേഴ്സൺ ഓഫ് ദ ക്യൂ. നീ ഒടുവിലാണ്, നിനക്ക് ആഹാരം ഒടുവിലാണ്. ഇവരെല്ലാം പോയ ശേഷമാണ്. കാരണം അവൻ്റെ അകത്ത് വീഴുന്ന വിത്ത് അവൻ്റെ തലമുറയ്ക്ക് കൈമാറും. അത് വലിയ അനുഭവമായി മാറും. സ്തോത്രം. അത് വലിയ അനുഗ്രഹമായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ അതിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, മനുഷ്യന്റെ കൂട്ടത്തിൽ രാജാവായി ജനിച്ചില്ല, ദാസരൂപമെടുത്ത്, ഒരു സെർവന്റ് രൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തിയവനെ സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്ന ഏത് പൊസിഷനിലും ഭൂമിയിലേക്ക് ദൈവം അയക്കുമായിരുന്നു. രാജാവായിട്ട് വന്നാൽ മതിയായിരുന്നു. കാരണം അവൻ രാജാതി രാജാവ്. പക്ഷേ അവൻ പറഞ്ഞു, മനുഷ്യത്തിൽ തന്നെ ദാസരൂപമെടുത്തു. തന്നെത്താൻ ഒഴിച്ച് തൻ്റെ എല്ലാ മഹത്വവും വിട്ട് ഏറ്റവും താണ് ആമേ മുക്കുവനായ പത്രോസിന്റെ കാൽ കഴുകുവാൻ തക്കവണ്ണം അത്രത്തോളം താണവനെ ഏറ്റവും വലിയ നാമം നൽകിയത് ചെയ്തു, മാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വചനമനുസരിക്കുകയും തന്നെത്താൻ താഴ്ത്തുകയും ചെയ്യുന്നവനെ വലിയവനെന്ന സ്വർഗരാജ്യത്തിൽ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോശുവ ചാപ്റ്റർ 4, 1-3. വേഗത്തിലാക്കി. ജനമൊക്കെ യോർദാൻ കടന്നു തീർന്ന ശേഷം യോർദാൻ കഴിയുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വെച്ച് 12 ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വന്ന് യോർദാന്റെ നടുവിൽ സ്ഥലത്ത് നിന്ന് യോർദാനിൽ നിന്ന് കല്ലെടുത്തുകൊണ്ട് വന്ന് ഓരോ കല്ലും നിങ്ങളുടെ ഗോത്രങ്ങൾ പാർക്കുന്ന ഇടത്ത് കൊണ്ടുപോയി വെക്കുവാൻ കൽപ്പിച്ചു. സ്തോത്രം. എന്താണ് ഇതിന്റെ പ്രാധാന്യം? നിങ്ങൾ പഠിക്കണം. അതിന്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ജോഷുവ ചാപ്റ്റർ 1:1-2. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം, മോശ മരിച്ച ശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകും. ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുവാൻ മോശ മരിച്ചെങ്കിലും യാത്ര അവസാനിക്കുന്നില്ല. നീ ജനവുമായി വാഗ്ദത്തിലേക്ക് പോകണമെങ്കിൽ യോർദാൻ കടന്ന് നീ അക്കരെ ചെല്ലണം എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശിത്തീമിൽ ആളെ അയച്ച് നോക്കുന്നു. അവിടെ രാഹാബ് എന്ന വേശ്യയിൽ നിന്ന് അവരെ ജനത്തെ, തൻ്റെ ദൈവജനത്തെ രക്ഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2-ാം അധ്യായത്തിൽ കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദൈവപ്രവൃത്തി എല്ലാം കണ്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ യോർദാൻ കടക്കുവാൻ വേണ്ടി പോകും. 14-15 വാക്യം ഒന്ന് വായിക്കും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെ യഹോവ കൽപ്പിച്ചതുപോലെ യോർദാൻ അക്കരെ കടക്കുവാൻ ജനമെല്ലാം പുറപ്പെട്ടു കൂടാരത്തിൽ നിന്ന്. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ഈ കൊയ്ത്തുകാലം അങ്ങോട്ട് വരുമ്പോൾ ഈ യോർദാൻ കവിഞ്ഞൊഴുകാൻ തുടങ്ങും. ഒരു കാര്യം ഓർത്തോണം, നിനക്കൊരു നന്മ വരുന്നതിന് മുമ്പ് ചില പ്രതികൂലങ്ങൾ വന്നിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും നീ അതിന്റെ കരയ്ക്ക് വന്നിരിക്കുന്നത് വെറുതെ ബീച്ച് വന്നല്ലേ, ഇത് കാണാൻ വന്നതല്ല, ദൈവ നിയോഗത്തോടെ വന്നതാ. നീ ഒരു വിടുതൽ കാണും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കൊയ്ത്തുകാലത്ത് യോർദാൻ എന്ത് ചെയ്യും? കരകവിഞ്ഞൊഴുകും. എന്ന് എന്ത് സംഭവിച്ചു? പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരെദാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അരബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. സ്തോത്രം. അതിന്റെ 15-ാം വാക്യം വായിച്ച്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. 17-ാം വാക്യം വായിച്ചു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. മോശയുടെ കാലത്ത് ചെങ്കടൽ രണ്ടാക്കിയ ശേഷം യോശുവയുടെ കാലത്ത് അടുത്തൊരു അത്ഭുതം. സ്തോത്രം. മോശ മരിച്ച ശേഷം
തൻ്റെ നേതൃത്വത്തിൽ അവനൊരു മഹാ അത്ഭുതം കണ്ടു. നിയമപ്പെട്ടവൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞ് ഉണങ്ങിയ നിലത്തോടുകൂടെ ജനമെല്ലാം യോർദാൻ അക്കരെ കടന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അക്കരെ കടന്ന് ഒരു മഹാ അത്ഭുതത്തിന്റെ സാക്ഷിയൊക്കെ പറയാൻ നിൽക്കുമ്പോഴാണ് ദൈവം പറഞ്ഞു, ഒരു 12 കല്ലെടുത്ത് അവനവന്റെ ഗോത്രത്തിൽ എവിടെ താമസിക്കുന്നുവോ അവിടെ കൊണ്ട് നാട്ടാൻ പറഞ്ഞു. അവരെന്താണ് അതിന്റെ അർത്ഥം? 4-ാം അധ്യായം 4 മുതൽ ഒന്ന് വായിച്ചേ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത്, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തരും ഓരോ കല്ല് ചുമലിലെടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന്റെ മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടപ്പാൻ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ കല്ല്? സാക്ഷ്യത്തിന്റെ കല്ല്. സ്തോത്രം. മോശയുടെ കാലത്തിരുന്ന ദൈവം യോശുവയുടെ കാലത്തുണ്ടെന്ന് ജനത്തെ അറിയിക്കുന്ന സാക്ഷ്യത്തിന്റെ കല്ല്. യോശുവേ, നിന്റെ മരണശേഷം തലമുറയായി ഞാൻ ജനത്തിന്റെ കൂടിയിരിക്കുമെന്ന് അറിയിക്കുന്ന സാക്ഷ്യത്തിന്റെ കല്ല്. സ്തോത്രം. അവർ പാർത്ത പട്ടണത്തിൽ അവിടങ്ങളിൽ കൊണ്ട് നാട്ടി. സ്തോത്രം. നാളെ നിന്റെ മക്കൾ ചോദിക്കുമ്പോൾ നീ പറയണം. എന്താണ് ദൂത്? നിന്നെ നടത്തിയ വിധങ്ങൾ നീ ഒരാളോട് പറയുന്നെങ്കിൽ, ക്രിസ്തുവിനെ നീ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, യഹോവയെ ദൈവത്തെ നീ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, തലമുറയായി ഈ സാക്ഷ്യം വർണ്ണിപ്പാൻ നിന്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നീ ഒരു തടസ്സമാകാതെ നീയും സാക്ഷിക്കുന്നതിനായി തീരുന്നുവെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരും. സ്തോത്രം. അതിന്റെ 14-ാം വാക്യം വായിച്ചേ. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി. ദൈവം ആരെ? യോശുവയെ ഇസ്രായേലിന് മുമ്പേ ആരാക്കി മാറ്റി? വലിയവനാക്കി മാറ്റി. യോർദാൻ 2 മാറ്റിയില്ല. സ്വന്തം മോശയോട് യുദ്ധം ചെയ്തപ്പോ മാറ്റിയില്ല. മോശയോട് പറ്റിയിരുന്നപ്പോ മാറ്റിയില്ല. എന്നാൽ സാക്ഷ്യം പ്രസ്താവിച്ചപ്പോൾ, സാക്ഷ്യക്കല്ല് നാട്ടിയപ്പോൾ, തന്റെ ദൈവമായ യഹോവ തലമുറയായ ഒരു സങ്കേതമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സാക്ഷ്യമായി യോശുവ മാറിയപ്പോൾ ദൈവം അന്ന് മുതൽ യോശുവയെ വലിയവനാക്കാൻ തുടങ്ങി. സ്തോത്രം. 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 നീ എന്ന് നിന്റെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങുന്നുവോ നീ ദൈവരാജ്യത്തിൽ വലിയവനായി തീരുകയാണ്. സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ പറഞ്ഞ ജനം കേൾക്കുകയില്ല. കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞ കേൾക്കാൻ മനസ്സില്ല, സമയമില്ലെന്നാ പറയുന്ന. സ്തോത്രം. ഒന്ന് ഓർത്തോണം. നിന്നെ വെടിവെച്ച ദൈവത്തെ നിനക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ ആരുമായി തീരുന്നില്ല. സ്തോത്രം. എന്നാൽ അവരൊന്നും പറഞ്ഞില്ല. യോർദാൻ ഒരു കല്ലെടുത്ത് വെച്ചതേ ഉള്ളൂ, അവന് ദൈവം വലിയവനാക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 19-ാം വാക്യം ഒന്ന് വായിച്ചേ. 4:19. ഇപ്പൊ അവിടെ ഇവര് പാർത്ത സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോയി? ഗിൽഗാലിലേക്ക് പോയി. എന്ത് ചെയ്തു? കല്ലവിടെ ഇട്ടേച്ച് പോന്നില്ല. സ്തോത്രം. കല്ലവിടെ ഇട്ടിട്ട് പോന്നില്ല. എവിടെ പാർക്കുന്നുവോ അവിടെ സാക്ഷ്യമുണ്ട്. സ്തോത്രം. ആദ്യം യെരുശലേമിലും, പിന്നെ യഹൂദയിലും, പിന്നെ ശമരിയയിലും, ലോകത്തെല്ലായിടത്തും ഈ കല്ല് യാത്ര ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. സ്തോത്രം. ചെല്ല് പറയും, ഞാൻ നാട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഭയങ്കര പ്രവൃത്തിയാ, ഇവിടെ വന്നപ്പോ നിന്റെ കല്ല് എന്തിയേ? സ്തോത്രം. യോശുവ പറഞ്ഞു, എല്ലാം എടുത്തോ, പക്ഷേ കല്ലും കൂടെ എടുക്കണം. കാരണം ഈ കല്ലാണ് നമ്മെ വലുതാക്കാൻ തുടങ്ങുന്ന. സ്തോത്രം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെയാ.
ഈ കല്ല് യഹോവയുടെ സാക്ഷ്യമാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അബ്ബാസിയിൽ വേല ചെയ്തെങ്കിൽ സാൽമിയിൽ വന്നാലും കല്ല് കാണുന്ന സാക്ഷ്യമുണ്ടായിരിക്കണം. നാട്ടിൽ വേല ചെയ്തെങ്കിൽ കുവൈറ്റ് വന്നാലും സാക്ഷ്യമുണ്ടായിരിക്കണം. കാരണം എത്രയോ ചെങ്കടലും എരിഹോ മതിലും എത്രയോ യോർദാനും കടന്നാ നീ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്. നീ മൗനമായിരുന്നാൽ കർത്താവ് പറഞ്ഞു, ഈ കല്ലുകളാർക്കും സ്തോത്രം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കല്ലുകളാർക്കും സ്തോത്രം. നീ മൗനമായിരുന്നാൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ആദരം തുറക്കട്ടെ കർത്താവിന് വേണ്ടി. നിന്റെ സമയം എടുക്കട്ടെ കർത്താവിന് വേണ്ടി. നീ പോകട്ടെ കർത്താവിന് വേണ്ടി. ഒരാളുടെങ്കിലും സുവിശേഷം പറയുവാൻ, ഒരാഴ്ചയിൽ ഒരാളെങ്കിലും സുവിശേഷം പറയുവാൻ നീ ഇന്ന് പകൽ തീരുമാനമെടുക്കുന്ന ദൈവരാജ്യത്തിൽ വലിയവനായി മാറും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർ 3:7 അത് പറഞ്ഞ് പ്രാർത്ഥിക്കും. 3:7 മുതൽ ഒന്ന് വായിച്ചേ. Ephesians chapter 3:7-9. പൗലോസ് പറയും, ആ സുവിശേഷത്തിന് ഞാൻ ദൈവത്തിന്റെ ശക്തിയോടെ ഞാൻ ഈ സുവിശേഷം മുഖാന്തരം ദൈവം തന്ന കൃപയാൽ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നയിച്ചു. സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനായിരുന്നു. ശ്രദ്ധിക്കണം, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനായിരുന്നു. എന്നാൽ ഈ ചെറിയവനായ എൻ്റെ മേൽ ജാതികളുടെ സുവിശേഷം അറിയിപ്പാനുള്ള കൃപ പകർന്നപ്പോൾ ചെറിയവനായ എന്നെ ദൈവം വലിയവനാക്കി മാറ്റി. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴാ? ആദ്യം 2ാമത്തെ വാക്യം വായിച്ചേ, 8ാം വാക്യം വായിച്ചേ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് പ്രസംഗിപ്പാൻ അതിനുവേണ്ടി എന്നെ ഈ കൃപ എൻ്റെ മേൽ പകർന്നു. ഈ ചെറിയവന്റെ മേൽ കൃപ പകർന്നു. ആമേൻ, എന്നെ വലിയവനാക്കി മാറ്റി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചിന്തിക്കുന്ന വലിയവനല്ല, ദൈവം ചിന്തിക്കുന്ന വലിയവൻ. സ്തോത്രം. ആരാണ് വലിയവൻ? വചനം കേൾക്കുകയും പഠിക്കുകയും കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവൻ. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവൻ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി മാറ്റി. ഒടുവിൽ പറഞ്ഞു, ലജ്ജ കൂടാതെ, ഒരു വാക്കിയുടെ വായിക്കുക, മത്തായി 10:32. ലജ്ജ കൂടാതെ എന്നെ സാക്ഷീകരിക്കുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവൻ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. സ്തോത്രം, സ്തോത്രം. നിന്റെ കുടുംബത്തിൽ നിന്നെ എന്നോട് തള്ളി പറഞ്ഞത് മറ്റുള്ളവരെക്കാളും നീ ഏറ്റവും ചെറുതായതുകൊണ്ട്. സ്തോത്രം. ക്രിസ്തു എന്നിട്ട് തള്ളി പറയുന്നത് സ്വർഗ്ഗരാജ്യത്തിൽ നീ ഏറ്റവും ചെറുതായതുകൊണ്ട്. എന്നാൽ സാക്ഷ്യം പറഞ്ഞവൻ ആരായി മാറി? ഞാനും അവനെ ഏറ്റുപറയും. എന്തുകൊണ്ടാ? അവൻ സാക്ഷ്യം പറഞ്ഞവൻ ദൈവരാജ്യത്തിൽ വലിയവനായി മാറി. സഭയ്ക്കകത്ത് സാക്ഷ്യം പറയുന്നല്ലേ ഈ പറയാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇതാ കൊയ്ത്ത് വളരെയുണ്ട്. ഏതാണ്ട് വയൽ വിളഞ്ഞു കിടക്കുന്നു. വേലക്കാരോ ഇല്ല, വേലക്കാരോ ഇല്ല. സ്തോത്രം, സ്തോത്രം. അവരുടെ തർക്കം നടന്നു. ആരാണ് വലിയവൻ? ഇന്ന് പകൽ നീ വലിയവനാ. വചനം കേട്ടനുസരിക്കുന്നുവെങ്കിൽ, തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുന്ന തീരുമാനമെടുത്ത് ചുവട് വെക്കുമെങ്കിൽ ദൈവം നിന്നെ വലിയവനായി കാണും. സ്തോത്രം. ലോകം തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളി പറയാതെ നിന്നെ ഏറ്റ് പറയുന്ന ഒരു പിതാവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ആ വലിയവനായ ദൈവത്തിന്